ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. പാക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ എവിടേക്കാണെന്നല്ല, ഞങ്ങൾ വലിയൊരു ട്രിപ്പ് പോവുകയാണ്. ജോർജിയയ്ക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ ഞങ്ങൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകാമെന്നുള്ളത്. അതിപ്പോഴാണ് സാധ്യമായത് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ അല്ല, ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ പാക്കിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഡ്രസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ മാറ്റി വയ്ക്കുമായിരുന്നു, നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അത് ആദ്യമേ എടുത്ത് വെച്ച കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പാക്ക് ചെയ്യാനായിട്ട്. അപ്പം ആ ഡ്രസ്സുകളൊക്കെ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു കവറാണ്. അപ്പോൾ ഈ കവർ അടിപൊളിയായിരുന്നു, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് അതിൽ എയറൊക്കെ കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം കിട്ടും നമ്മുടെ പെട്ടിയിൽ. നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം പാക്കിങ്ങൊക്കെ ഒരുവിധത്തിനൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ അതിൽ എയർ എങ്ങനെ കളയണ്ടേന്ന് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഞാൻ ജ്വല്ലറീസൊന്നും എടുക്കണില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കമ്മലും മാലൊക്കെ അങ്ങനെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പോകാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ബാഗിൽ അവൻ്റേതായിട്ടുള്ള ഡയപ്പർ, അവൻ്റെ സെർലാക്ക്, പാല് എല്ലാം എൻ്റെ ബാഗിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. പിന്നെ കുറച്ച് ഫ്ലൈറ്റിലൊക്കെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ടോയ്സൊക്കെ. അപ്പോൾ അവൻ പെട്ടിയൊക്കെ തുടച്ച് വെച്ച്. പക്ഷേ എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഭയങ്കര ശോകമായിരുന്നേ. കാരണം ഞങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫ്ലൈറ്റിന്. ലാസ്റ്റ് 1 മണിക്കൂറുള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കയറ്റി വിട്ടത്. എന്തോ റെയിനുവിൻ്റെ ID കാർഡ് വാലിഡിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. 6 മന്ത് വാലിഡിറ്റി വേണം. പക്ഷേ ഞങ്ങൾക്ക് 4 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. പോകാൻ പറ്റില്ല എന്ന് വരെ എത്തി. അങ്ങനെ ലാസ്റ്റ് ടെൻഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണെങ്കിൽ അടുത്ത പ്രശ്നം. റെയിനും ഗംഭീര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ പേടിച്ച് പോയി. കാരണം എന്തെങ്കിലും വയ്യാതെയാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ. അപ്പം അതൊക്കെ ടെൻഷനായി. പിന്നെ അവൻ ഇച്ചിരി സെറ്റായി. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അത് ദോഹ
എയർപോർട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ വളരെ ഞെട്ടിപ്പോയി. കാരണം നല്ല അടിപൊളി എയർപോർട്ടാണ്. ഒരുപാടുണ്ട് കാണാനായിട്ട്. പക്ഷെ നമുക്കധികം കാണാനൊന്നും പറ്റിയില്ല, റെയിനുണ്ട് ഇച്ചിരി അലമ്പ് കാരണം. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ദോഹയിൽ നിന്ന് നമ്മൾ കയറി. ദോഹയിൽ നിന്ന് കയറിയപ്പോഴും റെയിന് നല്ല കരച്ചിലും ബഹളമായിരുന്നു. ഫ്ലൈറ്റിലൊക്കെ നല്ല കരച്ചിലായിരുന്നു. നല്ല ടെൻഷനായി പോയി. അവസാനം ഞാനും ഇരുന്ന് കരഞ്ഞു തുടങ്ങി, എന്തോ ചെയ്യുന്ന ആലോചിച്ചിട്ട്. പിന്നെ അവനെ മനസ്സിലായി. അവൻ്റെ ഉറക്കത്തിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കം ശരിയാവാണ്ടുള്ള അവൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ആൾ നല്ല ആക്റ്റീവായി, ആൾക്കൊരു കുഴപ്പമില്ല. പിന്നെ ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ എത്താറായ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും അവൻ നല്ല ആക്റ്റീവായി. പിന്നെ കളിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പേടിയായിരുന്നു, അവനത് പറ്റുമോ എന്നൊക്കെ. അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ അതൊക്കെ ആയിരുന്നല്ലോ നമുക്ക് ടെൻഷൻ. കുഞ്ഞിനത് പറ്റുമോ, ക്ലൈമറ്റ് പറ്റുമോ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണല്ലോ ഒരു പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഞങ്ങളുടെ രീതിക്കായിട്ടുള്ള എൻജോയ്മെൻ്റൊക്കെ ആണ് എന്നുള്ളൊരു ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാണല്ലോ ഏതൊരു അച്ഛനമ്മയ്ക്കാണെങ്കിലും ആ ഒരു ഇത്. അപ്പം ഇത് നമുക്ക് ഇപ്പോഴെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൂർ പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നല്ല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തികമൊന്നും പറ്റത്തില്ല. കുഞ്ഞിൻ്റെ സ്കൂള് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴെങ്കിലും പറ്റത്തുള്ളൂ. നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഗൈഡ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ വന്നിട്ട് പിക്ക് ചെയ്തു, നമ്മുടെ ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കിവിടെ ഈ ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫ്ലൈറ്റ് ഒരു ചെറിയൊരു ഫ്ലൈറ്റ് റൂമാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഒരു 5 ദിവസത്തെ ട്രിപ്പാണല്ലോ, അപ്പം എന്നാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം റെയിനു ഇവിടെ എത്തിയപ്പം അവൻ ആക്റ്റീവായി കണ്ടപ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ വീണു എൻ്റെ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്